ഏറെ നാളത്തെ ഇടവേളയ്ക്കു ശേഷം രജനീകാന്തിനൊപ്പം തമിഴിൽ ഒരു ശക്തമായ കഥാപാത്രവുമായി എത്തുകയാണ് നടി മഞ്ജു വാര്യർ. രജനീകാന്തിനെ നായകനാക്കി ടി.ജെ. ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയാൻ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് മഞ്ജു പങ്കുവയ്ക്കുന്നത്. ഫൂട്ടേജ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് രജനീകാന്ത് ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ മഞ്ജു പങ്കുവച്ചത്. ചിത്രത്തിൽ രജനീകാന്തിൻ്റെ ഭാര്യയായിട്ടാണ് താൻ എത്തുന്നതെന്നും അതിനേക്കാൾ എക്സൈറ്റഡായ മറ്റൊരു കാര്യമുണ്ടെന്നും മഞ്ജു പറയുന്നു. ചിത്രത്തിൽ രജനി സാറിൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്. ചിത്രം ഒരു ഔട്ട് ആൻഡ് ഔട്ട് രജനീകാന്ത് പടമാണ്. ജയ് ഭീം എന്ന നല്ലൊരു സിനിമ സംവിധാനം ചെയ്ത ജ്ഞാനവേൽ സാറാണ് സംവിധായകൻ. രജനീകാന്ത് എന്ന വലിയ സ്റ്റാറിനൊപ്പം അഭിനയിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ എക്സൈറ്റ്മെൻറ്റ് ജ്ഞാനവേൽ സാറിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. കാരണം രസമുള്ള ഒരു സിനിമയായിരിക്കുമല്ലോ രജനീകാന്ത് എന്ന സ്റ്റാർഡം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതിനൊപ്പം തന്നെ ജയ് ഭീം എന്ന സിനിമയിൽ നമ്മൾ കണ്ട ഒരു ക്വാളിറ്റി കൂടി ഉണ്ടാകും. ഇത് രണ്ടിൻ്റെയും ഗുണം സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റ് അറിയില്ല. ഒക്ടോബർ നവംബർ മാസത്തിൽ റിലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഷൂട്ടിംഗ് പൂർണ്ണമായും കഴിഞ്ഞു. ഡബ്ബിംഗ് കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. മഞ്ജു പറഞ്ഞു. എന്തുകൊണ്ടാണ് കൂടുതൽ തമിഴ് സിനിമകളിൽ ശ്രദ്ധിക്കുന്നത് എന്ന ചോദ്യത്തിന് അറിഞ്ഞോ അറിയാതെയോ കൂടുതൽ സിനിമകൾ തമിഴിൽ നിന്നാണ് വന്നതെന്നായിരുന്നു മഞ്ജുവിൻ്റെ മറുപടി. ആയിഷയ്ക്ക് ശേഷം തൻ്റെ മലയാള സിനിമയായി വരുന്നത് ഫൂട്ടേജാണ്. ഫൂട്ടേജിനെയും മലയാള സിനിമ എന്ന് പറയാൻ പറ്റില്ല. ഏതു ഭാഷയിലും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ തമിഴ് സിനിമയുടെ ഷൂട്ടിലായിരുന്നു. വിജയ് സേതുപതി നായകനാകുന്ന വിടുതലൈ 2 വെട്രിമാறൻ സാറിൻ്റെ കൂടെ ചെയ്തു. പിന്നീട് വേട്ടയാൻ, അതുപോലെ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ജു പറഞ്ഞു. ടി.ജെ. ജ്ഞാനവേൽ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് വേട്ടയാൻ. ലൈക്ക പ്രൊഡക്ഷൻസിന് കീഴിൽ സുഭാസ്കരൻ അല്ലിലാരജയാണ് ചിത്രം നിർമ്മിക്കുന്നത്. അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, റാണ ദഗ്ഗുപതി, മഞ്ജു വാര്യർ, ഋതിക സിംഗ് തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്.